നമസ്കാരം. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറ്റവും നാണം കെട്ട പ്രതികരണമുണ്ടായിരിക്കുന്നത് താരസംഘടനയായ അമ്മയിൽ നിന്നുമാണ്. ഞങ്ങൾക്കിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നുമല്ല, സ്റ്റേജ് ഷോ ആണ് പ്രാധാന്യം എന്നാണ് അമ്മയുടെ ആദ്യ പ്രതികരണം. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ മലയാള സിനിമാ അഭിനേതാക്കളുടെ വെൽഫെയർ ഒക്കെ ലക്ഷ്യമിടുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടന ചെയ്യേണ്ടത് എന്താണ്? സ്റ്റേജ് ഷോ ആയാലും അടിയന്തരമാണെങ്കിലും അതെല്ലാം നിർത്തിവെച്ച് അതീവ പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇടപെടൽ നടത്തുകയും ചെയ്യുക എന്നതാണ്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മയുടെ പ്രതികരണവും നിലപാടും കണ്ടവർക്ക് ഇപ്പോഴത്തെ അവരുടെ ഈ ഒരു പ്രതികരണത്തിൽ അതിശയിക്കാൻ തക്ക വണ്ണമുള്ള ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ മാധ്യമങ്ങൾ അമ്മയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം തേടി ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിനെ അങ്ങോട്ട് പോയി കാണുകയായിരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടും സംഘടന സ്വയം പ്രതികരിച്ചില്ല എന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. നിലവിൽ സ്റ്റേജ് ഷോയിലാണ് ശ്രദ്ധ കൊടുക്കുന്നതെന്നും റിപ്പോർട്ട് പഠിച്ചു മാത്രമേ വിശദമായ മറുപടി ഉണ്ടാകൂ എന്നും സിദ്ദിഖിന്റെ പ്രതികരണം. അമ്മ ഭാരവാഹികളായ ബാബുരാജ്, ജയൻ ചേർത്തല എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബി രാഗേഷും സിദ്ദിഖിന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്താണ് റിപ്പോർട്ടെന്നോ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളോ മനസ്സിലായിട്ടില്ല. ഈ റിപ്പോർട്ട് ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്നോ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നോ വ്യക്തമല്ല. 2-3 ദിവസമായി അമ്മ നടത്തുന്ന ഷോയുടെ ഭാഗമായി എറണാകുളത്താണ്. അതിനാണിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. റിപ്പോർട്ട് വിശദമായി പഠിച്ച് എന്ത് പറയണമെന്ന ഒരു തീരുമാനമെടുത്ത് അതിൽ പ്രതികരിക്കാം. ഇങ്ങനെയാണ് സിദ്ദിഖ് പറയുന്നത്. മറ്റ് ഈ സംഘടനകളുമായും ആലോചിക്കണം. എല്ലാം പഠിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാൻ പറ്റൂ. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതല്ലാതെ പഠിക്കാതെ ഞാനോ സഹപ്രവർത്തകരോ പ്രതികരിച്ചാൽ അത് ഭാവിയിൽ വലിയ പ്രശ്നമാകും. ഞങ്ങൾ പഠിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും. റിപ്പോർട്ടിൽ പറയുന്ന ആരോപണങ്ങൾ എവിടെ, എപ്പോൾ, എങ്ങനെ, ആർക്കെതിരെ തുടങ്ങിയ വിഷയങ്ങളെല്ലാം വിശദമായി അറിഞ്ഞാലേ പ്രതികരിക്കാൻ സാധിക്കൂ. സിനിമ നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അതിനു വേണ്ടിയുള്ള ആലോചനകൾക്ക് കുറച്ച് സമയം തരണം. ഈ മേഖലയിലെ നല്ലതിനായി സർക്കാർ നടത്തുന്ന ഏതു നീക്കത്തിനും പിന്തുണയുണ്ടാകും എന്നും സിദ്ദിഖ് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇരകളും വേട്ടക്കാരും ഒരുമിച്ച് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും വേട്ടക്കാർ തന്നെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു രീതി അമ്മയിൽ മാത്രമേ കാണൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിസ്സാരമായിരിക്കും. എല്ലാം അവർക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യങ്ങളുമായിരിക്കും. ഇതിനോടൊക്കെ എന്ത് പ്രതികരിക്കാൻ എന്ന ആറ്റിറ്റ്യൂഡിലാണ് സ്റ്റേജ് ഷോ മുഖ്യം ബിഗിലെ എന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. ഈ ലൊക്കേഷനിൽ നടിമാർക്ക് ശുചിമുറി ഒരുക്കാറില്ലെന്ന വിവരം മുതൽ ലൈംഗിക ചൂഷണം സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങൾ വരെ റിപ്പോർട്ടിലുണ്ട്. മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്തതിനാൽ സെറ്റിൽ സ്ത്രീകൾ വെള്ളം കുടിക്കാതെ നിൽക്കുന്നു. പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. നടിമാർ താമസിക്കുന്ന ഹോട്ടൽ മുറി തുറക്കാൻ വിസമ്മതിച്ചാൽ ബലം പ്രയോഗിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെന്നും മൊഴിയുണ്ട്. ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബത്തിലുള്ളവരെ ഒപ്പം കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയുണ്ടെന്നും നടിമാർ ഹേമ കമ്മീഷൻ മുന്നാകെ മൊഴി നൽകിയിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെ അതിക്രമ പരാതികൾ നൽകുന്നതിനുള്ള ആഭ്യന്തര പരാതി പരിഹാര സെൽ സിനിമാ സൈറ്റുകളിൽ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യമാണെന്നും ഹേമ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സ്വതന്ത്ര സംവിധാനം വേണം. സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും അത് നിയമപരമായിരിക്കണമെന്നും ആ പരാതി പരിഹാര സംവിധാനം അത്തരത്തിൽ പ്രവർത്തിക്കണമെന്നും ഹേമ കമ്മിറ്റി 4.5 വർഷം മുമ്പ് തന്നെ നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്.
വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നത് പതിവാണ്. സഹകരിക്കുന്ന നടിമാർ പ്രത്യേക കോഡ് പേരുകളിലാണ് സിനിമാ മേഖലയിൽ അറിയപ്പെടുന്നത് എന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സഹകരിക്കാത്തവരെ പ്രശ്നക്കാരെന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട്. നടിമാർക്ക് പുറമെ അവരുടെ ബന്ധുക്കൾക്ക് പോലും വഴങ്ങിക്കൊടുക്കേണ്ടുന്ന സ്ഥിതിയുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഈ റിപ്പോർട്ടിലുണ്ട്. കാസ്റ്റിംഗ് കൗച്ച്, ലൈംഗിക പീഡനങ്ങൾ മുതൽ സിനിമാ സെറ്റുകളിലെ കടുത്ത ലിംഗവിവേചനം വരെ സൂചിപ്പിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എങ്ങനെയാവും അമ്മ എന്ന സംഘടന നോക്കിക്കാണുന്നത് എന്ന് ഇന്നത്തെ അവരുടെ പ്രാഥമിക പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വരും ദിവസങ്ങളിൽ എന്താകും സംഘടനയുടെ നീക്കമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.